മകൻ വൈദ്യുതി ഓഫീസിനകത്ത് അക്രമം നടത്തിയതിൻ്റെ പേരിൽ അച്ഛൻ്റെ പേരിലുള്ള വൈദ്യുതി നിഷേധിച്ചുകൊണ്ട് പാഠം പഠിപ്പിക്കാൻ വൈദ്യുതി ബോർഡ് നടത്തിയ ശ്രമം കേരളത്തിൽ എന്നല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. കോഴിക്കോട് തിരുവാമ്പാടി വൈദ്യുതി ഓഫീസിലാണ് അജ്മൽ എന്ന യൂത്ത് കോൺഗ്രസ് യുവാവ് ചെല്ലുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിന് പ്രതികാരമായി വൈദ്യുതി ബോർഡ് ചെയർമാൻ ബിജു പ്രഭാകർ ഉത്തരവിറക്കിയത് അച്ഛൻ അബ്ദുൾ റസാഖ് എന്ന 62-കാരൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനാണ്. നല്ല പാഠം പഠിക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണത്രേ ചെയർമാൻ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേരളത്തിലെ മന്ത്രിമാരിൽ പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഒന്നാം പിണറായി സർക്കാരിൽ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായും രണ്ടാം പിണറായി സർക്കാരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. BS പ്രതിപക്ഷ നേതാവായിരിക്കുകയും മുഖ്യമന്ത്രി ആയിരിക്കുകയും അദ്ദേഹത്തിൻ്റെ നിഴലായി നടന്ന ഒരു നേതാവാണ് കെ കൃഷ്ണൻകുട്ടി. അപ്പോൾ കെ കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വൈദ്യുതി ബോർഡിൻ്റെ മന്ത്രി എന്ന നിലയിൽ വലിയ റോളൊന്നുമില്ല. കാരണം ഒരു ചെയർമാനും ചീഫ് എഞ്ചിനീയർക്കും ഭരിക്കാവുന്ന കാര്യങ്ങളല്ലാതെ വൈദ്യുതി ബോർഡിൽ വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വകുപ്പ് മന്ത്രിയെ ഒതുക്കാനാണ് വൈദ്യുതി വകുപ്പ് പിണറായി നൽകിയത് എന്ന ആരോപണം സജീവമാണ്. അതവിടെ നിൽക്കട്ടെ. കെ കൃഷ്ണൻകുട്ടിയെ പോലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും മറ്റും ഉറക്കെ സംസാരിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ഒരു മന്ത്രി, അദ്ദേഹം ഈ സംഭവത്തെ ന്യായീകരിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ അക്രമം ചെയ്താൽ, അയാൾ വൈദ്യുതി ബോർഡിൻ്റെ ഓഫീസിലെത്തി ജോലി തടസ്സപ്പെടുത്തിയാൽ അയാളെ ശിക്ഷിക്കാൻ, അയാളെ അറസ്റ്റ് ചെയ്യാൻ, ജയിലിലടയ്ക്കാൻ, വിചാരണ നടത്താൻ നമ്മുടെ നിലവിൽ നിയമങ്ങളുണ്ട്. പക്ഷേ അതിനും മുകളിൽ കുറ്റവും ശിക്ഷയും വിധിയും കൽപ്പിക്കാൻ IAS-കാരനായ CMD ബിജു പ്രഭാകരൻ എന്ന IAS-കാരന് ആരാണ് അധികാരം നൽകിയത്? ആ അധികാരത്തെ പിന്തുണച്ച വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്ത് അർത്ഥത്തിലാണ് ഈ ഒരു IAS-കാരനെ കണ്ണടച്ച് പിന്തുണച്ചത്? ഏറ്റവും ഒടുവിൽ വ്യാപകമായ പ്രതിഷേധമുയരുകയും മനുഷ്യാവകാശ കമ്മീഷൻ ബോർഡ് അധികൃതർക്കെതിരെ നടപടിയെടുക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനും വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചു. അപ്പോഴും വൈദ്യുതി ബോർഡ് അധികൃതർ ഒരു സത്യവാങ്മൂലം വേണമെന്ന് തഹസീൽദാർ ഈ റസാഖിൻ്റെ വീട്ടിൽ, അബ്ദുൾ റസാഖിൻ്റെ വീട്ടിലെത്തിയ തഹസീൽദാർ ആവശ്യപ്പെട്ടത് ഒരു സത്യവാങ്മൂലം വേണമെന്നാണ്. കാരണം മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകിയാലേ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നാണ്. പക്ഷേ ഈ 62-കാരൻ തലേ ദിവസം മെഴുകുതിരിയുമായി ബോർഡ് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത് തളർന്നു വീണ, ബോധം കെട്ട് വീണ റസാഖ് അതിന് തയ്യാറായില്ല. അതേസമയം റസാഖിൻ്റെ ഭാര്യ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അജ്മലിൻ്റെ ഉമ്മ പറയുന്നത് വൈദ്യുതി കട്ട് ചെയ്യാമെന്ന സന്ദർഭത്തിൽ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ അവരെ ഉന്തിയിട്ടെന്നും അവരോട് വളരെ മോശമായി പെരുമാറി എന്നുമാണ്. അതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അജ്മലും സഹോദരനും പറയുന്നത് വീട്ടിലെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഇവരുടെ പുറത്ത് എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടറുകൾ തകർത്തതും ഫർണിച്ചർ തകർത്തതും 3 ലക്ഷത്തിൻ്റെ നഷ്ടം വരുത്തിയതും എല്ലാം ബോർഡ് അധികൃതരാണ്. അത്തരത്തിൽ നഷ്ടം വരുത്തി തങ്ങളെ മർദ്ദിക്കുകയും ചെയ്ത ശേഷം ഒരു കള്ളക്കേസാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്നാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം. എന്തായാലും ഏതാണ്ട് 48 മണിക്കൂർ വലിയ വിഷയമായി ഈ തിരുവമ്പാടി പ്രദേശത്ത് ജനങ്ങൾ സംഘടിപ്പിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുയർത്തുകയും ചെയ്തതോടെ രാത്രിയിൽ വൈദ്യുതി ബോർഡിന് കട്ട് ചെയ്ത കണക്ഷൻ തിരിച്ച് നൽകേണ്ടി വന്നു. അവിടെ വെളിച്ചം വന്നപ്പോൾ ആ പ്രദേശത്തെ നാട്ടുകാർ ആഹ്ലാദിക്കുന്ന ചിത്രം, അവർ വിജയിച്ച ഒരു ആഹ്ലാദ പ്രകടനമാണ് അവിടെ കണ്ടത്. മറ്റൊന്ന്,
ഈ വൈദ്യുതി ബോർഡ് പാവങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ഇത്തരത്തിൽ കട്ട് ചെയ്യുമ്പോൾ, അതായത് വയനാട് ജില്ലയിൽ മാത്രം പട്ടികജാതി പട്ടികവർഗങ്ങളുടെ 3113 വൈദ്യുതി കണക്ഷനാണ് വീടുകളിൽ വിച്ഛേദിച്ചത് പണമടയ്ക്കാത്തതിൻ്റെ പേരിൽ. അതിൽ 1514 കണക്ഷനുകൾ ഇനിയും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ആലോചിച്ച് നോക്കണം. കാരണം ആദിവാസികൾ പണം ബാങ്കിൽ ഇട്ട് വെച്ചിട്ട് പലിശയ്ക്ക് കൊടുത്തിട്ട് വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതല്ല, അവർക്ക് അതിന് ഗതി ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു നേരം കഞ്ഞി കുടിക്കണോ വെളിച്ചം കാണണോ എന്ന് ആലോചിക്കുമ്പോൾ അവർ വെളിച്ചം വേണ്ട, കഞ്ഞി കുടിച്ചാൽ മതി എന്ന് തീരുമാനിച്ചത് ഗുരുതരമായ ഒരു കുറ്റമല്ല. അതേസമയം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ട വൈദ്യുതി കുടിശ്ശിക എത്രയാണ് എന്ന് നാം അറിയണം. 2310 കോടി രൂപയാണ് സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും നൽകാനുള്ള കുടിശ്ശിക. മറ്റൊരു കണക്ക്, ഓരോ സ്ഥാപനങ്ങളുടെയും ലിസ്റ്റ് തിരിച്ച് ഈ കണക്ക് പരിശോധിച്ചാലും വളരെ വിചിത്രമാണ്. നമ്മുടെ പോലീസ് സേന കൊടുക്കാനുള്ളത് 72 കോടിയാണ്. ഇറിഗേഷൻ വകുപ്പ് കൊടുക്കാനുള്ളത് 23 കോടിയാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കൊടുക്കേണ്ടത് 119 കോടിയാണ്. ആ പട്ടിക അങ്ങനെ നീളുകയാണ്. അതൊക്കെ പറയണമെങ്കിൽ ഇതുപോലെ എഴുതി വെച്ച് ഞാൻ വായിക്കേണ്ടി വരും. അത് അസാധ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പണമുള്ളവൻ, പണമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ വൈദ്യുതി ബോർഡിന് കൊടുക്കാനുള്ളപ്പോൾ ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത ആദിവാസിയുടെ വീടുകളിലെ വൈദ്യുതി നിഷേധിച്ച് അവരെ ഇരുട്ടിലാക്കിയിട്ട് ഈ സർക്കാരിന് ഒന്നും പറയാനില്ല, ഒരു പരിഹാരവും നിർദ്ദേശിക്കാനില്ല എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടേണ്ടത് ഈ സർക്കാരാണ്, വൈദ്യുതി ബോർഡാണ് എന്നത് വളരെ വ്യക്തമാണ്. പിന്നെ IAS ജില്ലാ കളക്ടറായാലും ഒരാൾക്കും നമ്മുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കാൻ ഭരണഘടന ഒരു അധികാരവും നൽകുന്നില്ല. വായു പോലെ അവശ്യ വസ്തുവാണ് വൈദ്യുതി. വായു നിഷേധിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ മനുഷ്യൻ മരിക്കുമെങ്കിൽ വൈദ്യുതി നിഷേധിക്കപ്പെട്ടാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം രോഗികളുണ്ടെങ്കിൽ അവർക്ക് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാനാവില്ല. മരുന്നുകൾ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജും മറ്റും പ്രവർത്തിക്കാതെ പല വീടുകളിലും 1 മണിക്കൂർ പോലും മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ പുതിയ കാലത്ത് വൈദ്യുതി എന്ന് പറയുന്നത് ഒരു അവശ്യ വസ്തു തന്നെയാണ്. അപ്പോൾ നാളെ വെള്ളക്കരം അടച്ചില്ലെങ്കിൽ ഉടനെ വെള്ളം കട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതൊരു മുന്നറിയിപ്പ് നൽകിയ ശേഷം മാത്രമാണ് അത്തരം അവസാന നടപടികൾ കൈക്കൊള്ളേണ്ടത്. കാരണം ഇപ്പോൾ വൈദ്യുതി ബോർഡ് ജീവനക്കാരൻ്റെയോ ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരൻ്റെയോ വീടാണെങ്കിൽ ആ വീട്ടിൽ അറിയിക്കാതെ ബില്ലടച്ചില്ലെങ്കിലും ഇത്തരം നടപടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് ചുന്നം പാടി മുഖം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പോലും ഈ എന്താ പറയുക, ജനങ്ങളോട് ഉള്ള ഒരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ അഹങ്കാരത്തിന് ഈ സർക്കാർ സംവിധാനത്തിന് ഒരു മാറ്റവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വൈദ്യുതി ബോർഡിൻ്റെ ഇരുട്ടടി.